ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഇത് വയനാട് വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ ഭാഗം നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വയനാട് ദുരന്തത്തിന് ശേഷമാണ് ഇപ്പം പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ പോയത് നേരത്തെ ആയിരുന്നു. ഇപ്പം വയനാടാകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ വയനാട് ആദിത്യ നേച്ചർ റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടുന്ന് നേരെ ഞങ്ങൾ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം വയനാടായതുകൊണ്ട് ഈ പോകുന്ന വഴിയൊക്കെ ഒഴിവാക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഏകദേശം വയനാട് പോകുന്ന വഴിയൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അത്രയും മനോഹരമായ സ്ഥലമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ പച്ചപ്പായ സ്ഥലങ്ങളാണ് ഇങ്ങനെ കാണാൻ പറ്റുക. എന്താ ഇത് എങ്ങനെയുള്ളതെന്ന് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അത്രയും മനോഹരമായിരുന്നു. ഇങ്ങനെ കണ്ടപ്പം അവിടെ വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ നിങ്ങൾക്കിപ്പം ഇനി പോകുന്ന വഴിയൊക്കെ കാണാൻ പറ്റും. എന്താ പോകുന്ന വഴിയിൽ നിർത്തിയപ്പം ഹാസിലിന്താ കുണുങ്ങി നിൽക്കുന്നുണ്ട്. ഇയാളങ്ങ് പ്രകൃതി രമണീയത ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അത്രയും മനോഹരമാണിത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫോഗായിട്ട് പച്ചപ്പും ആ ഒരു കളർ ചേഞ്ചസും. അങ്ങനെ ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. എന്നിട്ടത് അവിടെ എത്തി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയൊന്നും പറയാനില്ല, പറയാൻ പറ്റൂല. ട്രക്കിങ് തുടങ്ങിയതോടെ ആകെ പ്രശ്നമായി. ഹസ്ലിങ് കരച്ചിൽ തുടങ്ങി. അവിടെയും ഇവിടെയും ഇടിയും ബഹളവും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇരിക്കാനേ പറ്റുന്നുണ്ടായില്ല. അതുപോലത്തെ അവസ്ഥയെന്താ. ഇടയ്ക്ക് ചില സ്ഥലങ്ങൾ നല്ല റോഡ് കിട്ടും, പിന്നെ അങ്ങ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ ഇവിടെയൊക്കെ കുഴപ്പമില്ല. ദാ തുടങ്ങി. ചില സ്ഥലത്ത് ഇതുപോലത്തെ അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 2 കിലോമീറ്റർ അത്രേ കാണുമായിരിക്കും. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഇതുപോലത്തെ റോഡായതുകൊണ്ട് നമുക്ക് കുറേ ഫീലാവും. ഒന്ന് എത്തിയാൽ മതി എന്നുള്ളൊരു മട്ടിലായിരുന്നു ഞങ്ങൾ. പക്ഷെ എത്ര പോയാലും എത്തുന്നില്ല എന്നൊരു തോന്നൽ. ഹസ്ലിനാകെ ബഹളമായിരുന്നു. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എങ്ങനെ ഇതിലൂടെ പോകുന്നെന്ന് മനസ്സിലാവുന്നില്ല. അത്രത്തോളം ഇതായിരുന്നു റോഡ്.
അവസാനം നീണ്ട പരാക്രമണത്തിന് ശേഷം ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കുറച്ച് അങ്ങ് മേലോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നമ്മളാകെ ക്ഷീണിച്ച് ഞങ്ങൾ പിന്നെയും നടക്കാനുണ്ടെന്ന് പറഞ്ഞതിൽ എന്താ പറയുക, നടന്നല്ലേ പറ്റി. ഇത്രയും വന്നിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. സാമക്കൊക്കെ തീരെ വയ്യായിരുന്നു. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. പക്ഷെ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു ഊഞ്ഞാലുകൾ. എൻജോയ് ദ സ്വിങ്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുണ്ടൊരു ഊഞ്ഞാൽ. അവിടെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എല്ലാവർക്കും കൂടി ഒന്നിച്ചങ്ങ് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ ഇങ്ങനൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവർ ഈ പറഞ്ഞ പോലെ എൻജോയ് ദ സ്വിങ് അത് തന്നെയാണ്. രണ്ടുപേരും ഊഞ്ഞാലാടി അവസാനം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടോ. എന്താ പറയേണ്ടത്, ഒരു പേടിയും ഇപ്പം വീഴുന്നുള്ള മട്ടിലൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പം ആ മുമ്പിലുള്ള താഴോട്ട് ഒരു പേടിയായിരുന്നു. താഴോട്ട് നോക്കുമ്പം അതിൻ്റെ അറ്റത്ത് എത്തുമ്പോഴുള്ള ഈ ദൃശ്യമാണ് ഇപ്പം കാണുന്നത്. ഫോഗും എന്താ പറയുക, ആ ഒരു മലകൾ, ആ ഒരു കളർ ചേഞ്ചസ്, അതാണ് ഇതിൻ്റെ ഭംഗി. ഒരു ഇളം പച്ചയും ഡാർക്കും. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ചുറ്റും ഇങ്ങനെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് അവിടെയൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇതൊരു ഞങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ നടക്കുകയാണ്. അവിടെ നിന്ന് എത്തിയപ്പം ഈ സംഭവം. അപ്പം സാവക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞു. വ്യൂ പോയിൻ്റാണ്, ട്രീ ടോപ്പ് വ്യൂ പോയിൻ്റാണ്. അങ്ങനെ അവൾ അതിൽ കയറി. പക്ഷെ ആദ്യമൊന്നും നമ്മൾ അറിഞ്ഞില്ല. കയറി അങ്ങ് മേലെ എത്തി. അവസാനം ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് ഇത്രയും നമ്മൾ കയറിയിരുന്നു എന്ന്. അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങി വരികയാണ്.
നമ്മൾ അവിടുന്ന് വന്ന് നമ്മൾ അങ്ങോട്ട് പോയ ജീപ്പ് അതവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ ജീപ്പിൻ്റെ അടുത്തെത്തി. ജീപ്പിൽ കയറി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നത് സെയിം വഴി കൂടെ തന്നെയാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ സീനറി അത് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും നമുക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു പച്ചപ്പും കാടും ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ നമുക്കങ്ങനെ ഇതിലിങ്ങനെ വരുമ്പം ആസ്വദിക്കാൻ പറ്റുന്നില്ല. നല്ല റോഡൊക്കെ കിട്ടുമ്പോൾ ഓക്കെ, പക്ഷെ ആടിക്കുലുങ്ങി ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ണ് തുറക്കാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അല്ലാതെ നമ്മൾ പുറത്ത് നോക്കുമ്പോഴൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു. ജീപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടി കയറി. നമ്മൾ ഡാമിലേക്ക് പോവാണ്. അടുത്ത ലക്ഷ്യം ഡാമാണ്, ബനാസുര സാഗർ ഡാമാണ്. അങ്ങനെ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇവിടെയും കാണാൻ വേണ്ടി നല്ല രസമാണ്. അതുകൊണ്ട് ഇവിടെയും അത്യാവശ്യം വീടൊക്കെ പോകുന്ന വഴിക്കൊക്കെ എടുത്തിട്ടുണ്ട്. നെസ്റ്റോ, വയനാട്ടെ നെസ്റ്റോ ആണ് ഞാനിപ്പം കാണിച്ചത്.
അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഡാമിൻ്റെ. ഇവിടുന്ന് നമ്മൾ അവരുടെ ട്രാവലറിൽ അതിൽ കയറി വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇവിടെ വന്ന് നമ്മളിവിടെ എത്തി. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് കയറി പോവാനുണ്ട് അങ്ങോട്ട്. നല്ല മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വന്നിട്ട് അത്ര ഒരു ഇതില്ലായിരുന്നു. അത്ര വലിയൊരു ഡാമായതുകൊണ്ടായിരിക്കാം ഒരു പ്രതീക്ഷിച്ചത്ര കണ്ടില്ല. പിന്നെ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു മഴയും വന്നു. നല്ലൊരു ഇരുട്ട് പോലെയായിരുന്നു കാലാവസ്ഥ. മഴ വന്ന് നല്ല കാറ്റും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡാമും കണ്ടു, ബനാസുര സാഗർ ഡാം കണ്ടു. നമ്മൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പം ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മർക്കസ് നോളേജ് സിറ്റി അവിടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ നല്ല ഇരുട്ടായി അവിടെ എത്തിയപ്പം. പക്ഷേ അവിടെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കയറാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് അവിടെ ചുറ്റി കറങ്ങി. അവിടെ നമ്മൾ ഇറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി. ലേറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മർക്കസ് നോളേജ് സിറ്റി. പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ വൈറ്റ് ഹൗസിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ വൈറ്റ് ഹൗസിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് അന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. പിന്നെ അവിടെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായി വരുന്നതാണ്.
ഇടയ്ക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായി പോകുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക. മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.